കുട്ടീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സൗഖ്യമാ? എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ ദിവസങ്ങൾ? ഈയിടെയായിട്ട് എല്ലായിടത്തും മഴയും തണുപ്പും ഒക്കെയാണെന്നറിയാം. എല്ലാവരും മഴ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ പേടിയാണ് കേട്ടോ. അത് കാരണം കൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ മഴയത്ത് ഓടിച്ചാടി നടക്കുക, അസുഖങ്ങളൊക്കെ വരുത്താണ്ടിരിക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ശുഭദിനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ശുഭദിനം എന്നൊക്കെ കേൾക്കുക അല്ലേ? അപ്പോൾ ഇന്ന് എനിക്ക് മഴ പെയ്യുമ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മഴ പെയ്യുമ്പോൾ എപ്പോഴും എനിക്കുണ്ടല്ലോ കുറേ മെമ്മറീസ് എൻ്റെ ഓർമ്മയിലേക്ക് ഇങ്ങനെ ചെറപറാന്ന് കയറി വരും കേട്ടോ, ഈ മഴ പെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇന്ന് ഒരുപാട് ഓർമ്മകളിലൂടെ കടന്നു പോയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഈ വീഡിയോൻ്റെ ഒരു പാതിക്ക് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരുപാട് മെമ്മറീസ്, നിങ്ങൾക്കും ചിലപ്പോൾ ഇത് റിലേറ്റബിൾ ആയിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ, മെമ്മറീസൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ കുട്ടികളെ പറഞ്ഞയക്കാനുള്ള ധൃതി നിങ്ങൾക്കറിയാലോ. ഞാൻ നല്ല തിരക്കുള്ള സമയമാണ്. അതിനിടയ്ക്ക് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്നാക്സ് കൊടുത്തയക്കുന്നത് ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം കൊണ്ട് അത് കൊടുത്തയക്കാണ്. പിക്കുമോനെ ബുൾസൈ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ 2 ഭാഗവും കുക്ക് ചെയ്യണതാണ് ഇഷ്ടം. അത് കാരണം കൊണ്ട് അത് ഞാൻ മറച്ചിടും കേട്ടോ. അങ്ങനെ അവരെ തട്ടിപ്പൊട്ടി സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോയിൽ എപ്പോഴോ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ കുറേ കഥകൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ ഇളം വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും നടക്കാൻ പോകാനുള്ള തീരുമാനത്തിലായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ വാക്കിങ്ങിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ. നമ്മൾ TC പാളയിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ റോഡിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു പാർക്ക് ഉള്ളത് കേട്ടോ. ഇത് എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാർക്കാണ്, അല്ലാണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വാക്ക് ചെയ്യാം, ചെറുതായിട്ട് ജോഗിങ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ചെറിയ ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സൊക്കെ ചെറിയതായിട്ടൊക്കെ രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് വരാൻ പറ്റിയിട്ടുള്ളൊരു പാർക്കാണ്. ഇവിടെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യാനും, നമ്മുടെ എന്താ പറയുക, മനസ്സ് മാത്രമല്ല മാനസികവും ആരോഗ്യപരമായിട്ടൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ, ചെറിയ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ നടത്തം പതുക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ശരത്തേട്ട പക്ഷേ അങ്ങനെയല്ല, കണ്ട അവിടെ ആരോ ബിരിയാണി കൊടുക്കണമെന്ന് പറഞ്ഞ് കേട്ട പോലെ ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റ ഓട്ടാണ് കേട്ടോ. സ്പീഡിൽ നടക്കും, എനിക്കങ്ങനെ പറ്റില്ല കേട്ടോ. ഞാൻ ഇതിന് വരുന്നത് തന്നെ 1 എൻ്റെ എക്സസൈസ് നടക്കും, 2 എനിക്ക് ഇങ്ങനെ പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ട് മാനസികമായിട്ടൊന്ന് ഉല്ലസിക്കാൻ കൂടിയിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ പാട്ടൊക്കെ കേട്ട് സ്റ്റാർട്ടിങ്ങിൽ പതുക്കെ നടക്കുള്ളൂ, പിന്നെയാണ് ഞാൻ സ്പീഡ് കൂട്ടുന്നത് കേട്ടോ. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഇവിടെ നടക്കാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല കാറ്റ്, പിന്നെ നല്ല ഒരു തണുപ്പ് ഉള്ള സമയമല്ലേ. രാവിലെ ഒരു 7:30 7:45 സമയത്ത് വന്നാൽ മതി. അടിപൊളിയാണ് കേട്ടോ. പിന്നെ വലിയ ശല്യങ്ങളൊന്നുമില്ല, ഭയങ്കര പീസ്ഫുള്ളാണ്. നമുക്ക് നടക്കുമ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ കുറേ മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നടക്കാൻ മാത്രമാണുള്ളത് കേട്ടോ. കുട്ടികളുടെ പാർക്കായിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, നടക്കാൻ മാത്രമായിട്ട് ഉള്ളൊരു സംവിധാനമാണ്. ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നടക്കാൻ വന്നതിൻ്റെ കൂട്ടത്തിൽ ജിമ്മ് ചെയ്യാനായിട്ടുള്ള ചെറിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ചെസ്റ്റിൻ്റെ പോർഷൻ, സൈക്ലിങ്, പിന്നെ നമ്മുടെ ആംസ്, പിന്നെ അരക്കെട്ട്, ഇതൊക്കെ നേരെയാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്, വേണമെന്നുള്ളവർക്ക് ചെയ്യാം. ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഒരു 3-4 റൗണ്ട് ചെയ്തതിന് ശേഷം ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഞങ്ങൾ അത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു രീതി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട് ചരത്തട്ടൻ്റെ ചെസ്റ്റിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഹാൻഡ്സിന് വേണ്ടിയിട്ടുള്ളതും. ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ, അല്ലാണ്ട് ഇപ്പോൾ ജിമ്മിന് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ ചെയ്ത് കുറയ്ക്കാൻ പറ്റില്ലേ എന്നുള്ള ഒരു ചാലഞ്ച് പോലെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം ചെയ്ത് നോക്കണം, എന്നിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. 1 വീക്ക് ചെയ്തപ്പോൾ എനിക്കുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കുറച്ചും കൂടി എനർജി ലെവൽ കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ക്ഷീണം കാര്യങ്ങളൊക്കെ പോയ പോലെയുണ്ട്. കൈക്കൊക്കെ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ എന്നിരുന്നാലും കൂടി ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നടത്തൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് ബ്രെഡും ഓംലെറ്റും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ മക്കൾക്ക് അങ്ങനെ എന്താ പറയുക, ബ്രെഡ് ഇങ്ങനെ മുട്ടയിൽ ഇങ്ങനെ മുക്കി പൊരിച്ച് അങ്ങനത്തെ ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ അവർക്ക് ബുൾസയും ബ്രെഡും കൊടുത്തു. ഇനി നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് നോർമലി ബ്രെഡ് വേറെ സെപ്പറേറ്റ് ഓംലെറ്റ് വേറെ അങ്ങനെയല്ല കേട്ടോ, ഒന്നിച്ചാണ് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം.
പിന്നെ നിങ്ങളുടെ അഭ്യർത്ഥന പ്രമാണിച്ച് ഞാൻ എന്താ മൈക്ക് മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഒരു സെറ്റാണ്, 2 മൈക്കും. ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് ജോലികൾ ചെയ്യാം. അപ്പോൾ 2 മൈക്കും, അതായത് ഒരു റിസീവറും 2 ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഒരു മൈക്കാണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. റേറ്റ് വന്നിട്ട് 3000 സംതിങ് ആയിട്ടുണ്ട്. എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം ഞാൻ മുട്ട ഒരു 3 അല്ല 4 വേണ്ടി വരും. നമ്മൾ 2 പേര് കഴിക്കാനില്ലേ, അപ്പോൾ ഒരു 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ആർഭാടായിട്ട് ഉണ്ടാക്കാൻ. നല്ല വിശപ്പുണ്ട് കേട്ടോ. നടത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് വിശക്കും കേട്ടോ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എത്ര കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അത്രയും ഓവർ തടി ഉണ്ടായിട്ടോ അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നതല്ല കേട്ടോ. ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് മാത്രമല്ല, ഞാൻ ഇതുപോലെ നടക്കാൻ പോയാൽ മാത്രമേ ശരത്തേട്ടനും നടക്കാനായിട്ട് പോവുള്ളൂ. അപ്പം അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ കൂടെ പോകുന്നത് കേട്ടോ. എനിക്ക് നടക്കാൻ പോകാൻ ഇഷ്ടമാണ്. ജിമ്മിനൊക്കെ പോകുന്നതിനെ കഴിഞ്ഞും നമ്മൾ പൈസയൊക്കെ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മളത് റെഗുലറായിട്ട് ചെയ്യും എന്ന് ഉറപ്പ് വേണം അല്ലേ. പിന്നെ നമുക്കൊരു ട്രെയിനറൊന്നും ഇല്ലാണ്ട് ജിമ്മിനൊക്കെ പോയിട്ട് വല്ല കാര്യമുണ്ട്. ഇപ്പം ട്രെയിനറെ വെക്കണമെങ്കിൽ ഒരു 10,000 രൂപയൊക്കെ, എൻ്റെ ഒരു അറിവ് വെച്ച് ഒരു 10-10,000 രൂപയൊക്കെ ചിലവ് വരും. എന്നിട്ടൊക്കെ നമ്മൾ ഒരു മാസം കൊണ്ടൊന്നും ചെയ്തുകൊണ്ടൊന്നും തീരുമൊന്നുമില്ലല്ലോ. അപ്പോൾ 2-3 മാസമൊക്കെ മിനിമം ചെയ്യേണ്ടി വരും. അപ്പോൾ അത് താങ്ങാനുള്ള ശേഷി എനിക്കില്ലാത്ത കാരണം കൊണ്ട് തൽക്കാലം ജിമ്മിന് പോക്ക് ഞാൻ വേണ്ടെന്ന് വെച്ചു. പക്ഷെ എനിക്ക് ജിമ്മിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ അത്രയും ആവശ്യമില്ല എന്നാണ് ശരത്തേട്ടൻ പറയുന്നത്. തൽക്കാലം വാക്ക് ചെയ്ത് നോക്ക്, എന്നിട്ട് വലിയ ഗുണമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് വണ്ണം ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ച് കണ്ടോ, കുറച്ച് വയറ്, അതായത് ഇപ്പം നമ്മൾ പ്രസവിച്ച ആ ഒരു വയറ് നമുക്കുണ്ടായിരിക്കുമല്ലോ, ആ ഒരു ചെറിയ വയറ് ഒന്ന് ആ കുമ്പ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ നടക്കാനൊക്കെ പോകുന്നത്. പിന്നെ ഒന്ന് ടോണ്ടായിട്ട് ഇരിക്കാനൊക്കെ നമുക്കൊരു ആഗ്രഹം കാണില്ലേ, അത് വിചാരിച്ചിട്ടാണ് ഞാൻ ജിമ്മ് ഓപ്റ്റ് ചെയ്യാനായിട്ട് വിചാരിച്ചത്. പക്ഷെ ഞാൻ ജിമ്മിന് പോയാലും ശരത്തേട്ടൻ എൻ്റെ കൂടെ ജിമ്മിന് വരാൻ പോകുന്നില്ല. കാരണം അതിനുള്ള സമയം ആൾക്ക് ഇല്ല. അത് റെഗുലറായിട്ട് പോകണം, നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ശരത്തേട്ടൻ പറഞ്ഞു തൽക്കാലം വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് വണ്ണൊന്നും കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജിമ്മിന് പോവാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ ഓക്കെ ഫൈൻ, ശരി, സമ്മതിച്ചു. എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാണെന്നറിയോ? 58.5 ആണ് എൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് വരുന്നത് കേട്ടോ. അത് എന്നെ സംബന്ധിച്ച് കുറച്ച് കൂടുതലാണ്. 57 ഒക്കെയാണ് ഞാൻ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഒരു 1.5 കിലോ എനിക്കിനി കുറയ്ക്കണം. 56 ആയാലും കുഴപ്പമില്ല കേട്ടോ, 56 ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരുപാട് മെലിഞ്ഞു പോകും 56 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ. അപ്പം ഒരു 56-57 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഓക്കെ ആണ്. പിന്നെ ഈ വാക്കിംഗ് കൊണ്ട് അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇടയിൽ ഇങ്ങനെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടൊക്കെ വരുമ്പോൾ 1-2 കിലോ പെട്ടെന്ന് നമ്മൾ കൂടും, ഒരു എക്സസൈസും ഇല്ല. പിന്നെ വണ്ണം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, റെഗുലർ ആയിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മളൊരു 30 ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, പിന്നെ എങ്ങനെ പോയാലും എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എനിക്ക് ശരത്തേട്ടൻ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് ശരീരം നമുക്കുള്ളതിനേക്കാളും കൂടുതലായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നോക്കണമെന്നുള്ളൂ, ഓവറായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ എല്ലാ ഫുഡും കഴിക്കും. പിന്നെ പ്രത്യേകിച്ച് ഡയറ്റും കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് കഴിക്കും, രാത്രി ചോറ് കഴിക്കില്ല. എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സ്മൂത്തി, ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒതുക്കും. ചോറ് ഒഴിവാക്കും. അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും. ചപ്പാത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാണ്ടുള്ള ചപ്പാത്തി, ഫുൽക്ക, ഓക്കെ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതില് മുട്ട, ഉപ്പ്, കുരുമുളകിന്റെ പൊടി, പച്ചമുളക്, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആണ് നമ്മുടെ ഈ ബെഡ് റോസ്റ്റ് എന്നോ എന്താ പറയാ, എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള സംഭവം റെഡി. ഇതിങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇതിനകത്തേക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്നത് 1 സ്പൂണോ 2 സ്പൂണോ പാല്, കുറച്ചും കൂടി പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതായത് ഒരു 1-2 സ്പൂണിന്റെ ആവശ്യമുള്ളൂ. നല്ല പോലെ ഇതിങ്ങ് കുറച്ച് എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ. ഇതിങ്ങനെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം.
എപ്പോഴും ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ അങ്ങനത്തെയൊക്കെ ഒഴിവാക്കിയിട്ട് ബട്ടർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ബട്ടർ ആക്കിയതിന് ശേഷം ഞാൻ കണ്ടോ ഒരു ബ്രെഡിനകത്ത് ചീസ് സ്ലൈസ് വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ സാൻഡ്വിച്ച് സ്പ്രെഡ് അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിട്ട് നമ്മൾ മേലെ വേറൊരു ബ്രെഡും കൂടി വെച്ച് ഈ മുട്ടയ്ക്കകത്ത് മുക്കി നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ബട്ടറിൽ വെക്കുക. എന്നിട്ട് രണ്ട് ഭാഗവും ഫ്ലിപ്പ് ചെയ്തിട്ട് തീ കുറച്ചിട്ടേക്കണം. നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിലുള്ള ബ്രെഡ് ഓംലെറ്റ് റെഡി. അപ്പോൾ ഈ ഒരു കളറിൽ കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇത് ഏകദേശം കുക്കായെന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് സ്കൂളിലേക്ക് കൊടുത്തു വിടാം, അവർക്ക് നോൺ വെജ് അലൗഡ് ആണെങ്കിൽ. അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോൾ ഒരു സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. നമ്മളെപ്പോലുള്ള അമ്മമാർക്ക് നല്ല ഈസി പരിപാടിയാണ്. മക്കളുടെ വയറും ഫില്ലാവും, അതുപോലെ തന്നെ പണി എളുപ്പമാണ്. എന്നിട്ട് നമുക്കിങ്ങനെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കണ്ടോ, നല്ല സൂപ്പർ സോഫ്റ്റും ആണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ കഴിക്കാനായിട്ട്. വെറുതെ നമ്മൾ ഓംലെറ്റ് ഉള്ളിൽ വെച്ച് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ചീസിൻ്റെ സ്ലൈസ് ഇല്ലേ, ഇത് വേണമെങ്കിൽ വെച്ചാൽ മതി കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചീസ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടായാലും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്ക് കേട്ടോ. ഇതിപ്പോൾ ആരും ചെയ്യാത്തതൊന്നല്ല, എന്നാലും കുറച്ച് നാളായിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരത്തില്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അപ്പോൾ ചായ കാപ്പി ഇതൊക്കെ ഒഴിവാക്കിട്ടോ. കുറച്ച് ദിവസം അതൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ മഴയൊക്കെ ആകുമ്പോഴുണ്ടല്ലോ നമുക്ക് അങ്ങനെ ചായ കുടിക്കണം കാപ്പി കുടിക്കണം എന്നൊക്കെയുള്ള ഒരു ത്വര വരും. അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതേ വല്ല ജ്യൂസോ അങ്ങനത്തെ വെള്ളമോ അങ്ങനെയൊക്കെ ആയിട്ടാണ്, കരിക്കിൻ്റെ വെള്ളം ഇങ്ങനത്തെയൊക്കെയാണ് കുടിക്കുന്നത് കേട്ടോ. രാവിലെ ചായയും കാപ്പിയും ഇല്ല. അപ്പം ഇന്ന് ഇപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് ഇരിപ്പുണ്ടായിരുന്നു, അപ്പം അത് കാരണം കൊണ്ട് അത് പിഴിഞ്ഞ് കുടിക്കാമെന്ന് വെച്ചു. ഇത് മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ ഭയങ്കര കനപ്പാണ്, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ മെനക്കെട്ട പരിപാടി മിക്സിയൊക്കെ കഴുകാൻ നിൽക്കണ്ടേ. ഇതാവുമ്പോൾ നമുക്ക് പിഴിഞ്ഞങ്ങ് കുടിക്കാം. പക്ഷെ ഇത് ഒരു 4 എണ്ണമൊക്കെ പിഴിഞ്ഞാലാണ് ഒരു വലിയ കപ്പിലേക്ക് കിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും 2 എണ്ണം പിഴിയുന്നുള്ളൂ. 2 or 3 എണ്ണം പിഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു കപ്പിൻ്റെ 3/4 ഭാഗമൊക്കെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ എന്തായാലും 2 എണ്ണം ഉള്ളൂ, അതുകൊണ്ട് 2 എണ്ണം പിഴിഞ്ഞ് കുടിക്കാം. ജ്യൂസൊന്നും ഇല്ല ഓറഞ്ചിനകത്ത്. പിന്നെ ഉണ്ടല്ലോ കുട്ടീസെ, ഇതിനകത്ത് ഞാനൊരു തരി പോലും ഷുഗർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഒരിക്കലും ജ്യൂസിനകത്ത് ഷുഗർ ഇട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണവും കിട്ടില്ല. അത് മാത്രമല്ല നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നതൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വര പോലെയാവും. അത് കാരണം കൊണ്ട് സ്വീറ്റ്സ് ഷുഗർ ഒക്കെ പരമാവധി അവോയ്ഡ് ചെയ്തോ കേട്ടോ. ഞാൻ അപ്പോൾ കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ അനന്തപുര സർക്കിളില്ലേ ഇവിടത്തെ, അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള ഒരു ചെടികളൊക്കെ വിൽക്കുന്ന കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളി ആന്തൂറിയം. ഞാൻ ആന്തൂറിയം ഫസ്റ്റ് ടൈമാണ് വളർത്താനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ് കേട്ടോ. അവർ 450 പറഞ്ഞത്. ഇത് ആക്ച്വലി 250 രൂപയ്ക്കൊക്കെ കിട്ടുന്ന സാധനമാണെന്ന് എനിക്കറിയാം. എന്നാലും അവരൊരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. 2-3 കടകളിൽ ഞാൻ കയറി ഇറങ്ങിയതാണ്. എല്ലായിടത്തും 450 400 ആ റേഞ്ചിലൊക്കെയാണ് പറഞ്ഞത്. പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ ഈ ചെറുക്കൻ എനിക്ക് 350 രൂപയ്ക്ക് തന്ന കാരണം കൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. ഇതിനകത്ത് 2 ചെടി ഉണ്ട് ആക്ച്വലി, അല്ലെങ്കിൽ 250 അവൻ പറഞ്ഞ റേറ്റ്. ഇതിനകത്ത് 2 എണ്ണം ഉള്ള കാരണം കൊണ്ടാണ് അവൻ 350 മേടിച്ചത് കേട്ടോ. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്, അത് കാരണം കൊണ്ട് ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഇതേപോലെ കുറച്ച് ചെടികൾ മേലെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് കറിവേപ്പിലയും പൊട്ടിച്ച് വന്നിട്ട് മുതിര ഉപ്പേരി കാച്ചാം. നല്ല വെയിൽ വരുന്നുണ്ട്, ഞാൻ പോയിട്ട് കറിവേപ്പിലയും പൊട്ടിക്കാം, നിങ്ങൾക്ക് ചെടിയും കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പുതിയ ചെടികളുടെ കളക്ഷൻ. ഇത് മടിയിലൊന്നും എടുത്തു വെച്ച് കാണിച്ചു തരാനൊന്നും പറ്റില്ല കേട്ടോ, അത്രയും വെയിറ്റും ഉണ്ട്, അത് മാത്രമല്ല മണ്ണും ഉണ്ട് ഇതിന്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പം മേടിച്ചിരിക്കുന്നത് കേട്ടോ. റോസപ്പൂവൊക്കെ കണ്ടോ, ഇത് രസമല്ലേ. എനിക്ക് ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഭംഗിയുള്ള ചെടി കണ്ടിട്ടില്ല.
അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിത് മിസ്സായി പോരുത്, എൻ്റെ കയ്യിൽ നിന്ന് ഇത് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചെടികൾ വാങ്ങിച്ചത് കേട്ടോ. അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഞാൻ സാധാരണ നമ്മൾ ഈ ചെടിയുടെ കടയിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഒരു സ്റ്റെമ്മിൽ ഒരു സ്റ്റെമ്മിൽ ഒരു 2 പൂവ് ഇങ്ങനെയൊക്കെയാണ് കാണാറുള്ളത്. പക്ഷെ ഇത് നോക്കി, ഇത് എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് നോക്കി ഇതിനകത്ത്. അത് മാത്രമല്ല ഇലയാണെങ്കിലും എല്ലാം നല്ലതായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇതിന് 200 രൂപയാണ് വില കേട്ടോ. ഇത് വലിയ ചട്ടിയിലാണ് നിൽക്കുന്നത്. സാധാരണ ഒറ്റ ചെറിയ കവറിനകത്ത് കിട്ടുന്ന റോസിനാണ് അവൻ 70 രൂപ പറഞ്ഞത്. പിന്നെ ഈ കണ്ടോ, അത് ഇതേപോലെ കവറിനകത്ത് വരുന്ന ചെടി ഇതിന് 70 രൂപയും കണ്ടാണ് വാങ്ങിച്ചത് കേട്ടോ എൻ്റെ അടുത്തുനിന്ന്. അത് ചെമ്പരത്തിയാണ് കേട്ടോ, വെള്ള ചെമ്പരത്തിയാണ്. അത് നടണം നമുക്ക്. ഇപ്പോൾ അതിനുള്ള സമയമില്ല, എനിക്ക് കറിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ ഇതുപോലെ വലിയ ചട്ടിയാണെങ്കിൽ, ഇതുപോലെ കണ്ടോ, ഇതുപോലെ വലിയ ചട്ടിയിലുള്ളതിന് 230 250 റേഞ്ചാണ് പറഞ്ഞത്. എന്നിട്ട് എനിക്ക് 200 രൂപയ്ക്കാണ് തന്നത്. പക്ഷെ അത് ഇച്ചിരി കൂടുതലാണ്, 150-ൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. എന്നാലും പോട്ടെ, കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ഈ ചെടി മിസ്സാവാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 2-3 മേടിച്ചതാണ്. അത്ര ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇത് കണ്ടോ, ഈ ഒരു ചെറിയ ചെടിക്ക് എൻ്റെ 100 രൂപയാണ് വാങ്ങിച്ചത് വേറൊരു കടയിൽ. പക്ഷെ അതേ സെയിം തന്നെ ഈ ചെടിക്ക് 200 രൂപയെ വാങ്ങിച്ചുള്ളൂ. അത്ര വലിയ ചെടിയാണ് കേട്ടോ ഇത്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ചെടികളുടെ കളക്ഷൻ കേട്ടോ. ഈ ഒരു പിങ്ക് ഫ്ലവർ ഉള്ള പൂവില്ലേ, ഞാനിങ്ങനെ കുനിഞ്ഞിരിക്കുന്നത്, ഇത്ര നീളേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഫ്ലവറിന് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. സാധാരണ റോസിനെ അപേക്ഷിച്ച് സ്മെല്ല് കൂടുതലാണ് കേട്ടോ ഈ പ്ലാന്റിന്, ഈ പ്ലാന്റിൽ ഉണ്ടാവുന്ന പൂവിന്. അതിൻ്റെ പേര് പറഞ്ഞത് എന്താണെന്നറിയോ? എന്തോ ഒരു പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അതേപോലെ തന്നെ ഈ പ്ലാന്റും, അതായത് നമ്മൾ റോസ് വാട്ടർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു മണമല്ലേ, ആ ഒരു മണമാണ് കേട്ടോ ഇതിന്. സ്മെല്ലുള്ള റോസാണ് ഇതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വലിയ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. ഇതിന് ഭയങ്കര സ്മെല്ലുണ്ട്, നല്ല മണമാണ് കേട്ടോ ഇതിന്. വെയിലത്തിരിക്കട്ടെ, നമുക്ക് കുറച്ചുകൂടി വലിയ ചട്ടിയിലേക്കൊക്കെ മാറ്റി നടാം. ഈ വല്ലാണ്ടുള്ള മഴയൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ. ഇങ്ങനെ കഥ പറഞ്ഞ് വന്ന കാര്യം നടത്താണ്ട് പോകുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ ഇടയിൽ. ചില സമയത്ത് ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ വന്നത് കറിവേപ്പില പൊട്ടിക്കാനാണ്. 2 സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത്, അയ്യോ കറിവേപ്പില പൊട്ടിക്കാനല്ലേ വന്നതെന്ന് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയ്ക്ക് കണ്ടോ ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് മഴ പെയ്തുകൊണ്ടാണോ അതോ ഇവിടെ കറക്റ്റായിട്ട് വെയിൽ കിട്ടാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ഈ ഒരു ചെടി ഇവിടെ നിന്ന് എടുത്ത് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചെടികളോടൊക്കെ ബൈ ബൈ പറഞ്ഞ് വേഗം താഴത്തേക്ക് പോന്നു. ഞാനപ്പോളേ മുതിര കാച്ചാണ് കേട്ടോ. വെളിച്ചെണ്ണ തീർന്നു, ഇനി ആ കുപ്പി കഴുകിയിട്ട് അതിൽ റീഫിൽ ചെയ്യുള്ളൂ. ഇപ്പൊ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ. വെളിച്ചെണ്ണ ഞാനപ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു 2.5 ലിറ്ററാന്ന് തോന്നുന്നു, 2.25 ലിറ്റർ ആണ് ഇത്. ഇതുപോലെ ഒരു 3 ബോട്ടിലൊക്കെ ഞാൻ കൊണ്ടുവരാറുണ്ട് കേട്ടോ. നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരും. പിന്നെ ഇപ്പൊ അച്ഛനമ്മ 2 പ്രാവശ്യം വന്നില്ലേ, അപ്പൊ അച്ഛനമ്മ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് കൊണ്ടുവരുത്തിക്കും നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഒരിക്കലും എനിക്ക് ഇവിടെ വെളിച്ചെണ്ണ തീർന്നു എന്നുള്ള പ്രശ്നമൊന്നും വരാറില്ല കേട്ടോ. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ വെളിച്ചെണ്ണ വാങ്ങിച്ചു കൊണ്ടുവരാണെങ്കിൽ സാധാരണ വെളിച്ചെണ്ണയ്ക്ക് പകരം റോസ്റ്റഡ് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഈ റോസ്റ്റഡ് വെളിച്ചെണ്ണയ്ക്ക് ഒരു 10 രൂപയോ മറ്റോ കൂടുതലുള്ളൂ. ഇവിടുത്തെ ഒരു റേഞ്ച് ഞാൻ പറഞ്ഞുതരാം. വെളിച്ചെണ്ണയ്ക്ക് ഇവിടെ 1 ലിറ്ററിന് 250 തൊട്ട് 270 രൂപ വരെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. ഞാൻ 1-2 പ്രാവശ്യം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ റേറ്റ് കൂടുതലാണ്. കുറച്ച് കറിവേപ്പില ഇടട്ടെ, കറിവേപ്പില കഴുകിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ വെളിച്ചെണ്ണയുടെ റേറ്റ് വരുന്നത് കേട്ടോ. നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 210 ആണെന്ന് തോന്നുന്നു 1 ലിറ്ററിന്. 210 200 210 അങ്ങനെ എന്താണ്ടാണ് റേറ്റ് വരുന്നത്. അപ്പൊ എങ്ങനെ പോയാലും ഒരു 50 രൂപ ഇവിടെ കൂടുതലാണ് വെളിച്ചെണ്ണയ്ക്ക് 1 ലിറ്ററിന്. അപ്പൊ അത് കാരണം കൊണ്ട് എപ്പോ നാട്ടിൽ പോകുന്നു അപ്പോൾ 2-3 ഇതുപോലത്തെ ബോട്ടിൽസ് ആയിട്ട് ഞങ്ങൾ മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് അതിൽ തന്നെ 2 തരമായിട്ട് തരംതിരിക്കാറുണ്ട്. ഒന്ന് സാധാരണ വെളിച്ചെണ്ണ വാങ്ങിക്കും, അതിന് 200 ആ ഒരു റേഞ്ചാണ് വരുന്നതെന്ന് തോന്നുന്നു. 200 210. ഇതിനാണ് റോസ്റ്റഡിനാണെന്ന് തോന്നുന്നു 210 കേട്ടോ. അപ്പൊ ഒരു ബോട്ടില് സാധാരണ വെളിച്ചെണ്ണയും വാങ്ങിക്കും, വേറെ 2 ബോട്ടിൽ ഇതുപോലെ റോസ്റ്റഡ് വെളിച്ചെണ്ണ വാങ്ങിക്കും. റോസ്റ്റഡ് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ അത് കുറെ നാളും കൂടി ലാസ്റ്റ് ചെയ്യും കേട്ടോ.
അതിന് ഒരു കേടാവുക, ഈ കാർബണം വരെ, ഈ ചീത്ത സ്മെല്ലൊക്കെ വരില്ലേ ഈ വെളിച്ചെണ്ണ കുറെ നാൾ ഇരിക്കുമ്പോഴത്തേക്കും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോസ്റ്റഡ് വെളിച്ചെണ്ണ വാങ്ങുന്നത്. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ റോസ്റ്റഡ് വെളിച്ചെണ്ണ ചോദിച്ചു വാങ്ങിച്ചോ, ഒരു കേടും വരില്ല. പിന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലം അതുപോലെ നല്ലതായിരിക്കണം കേട്ടോ, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞൊന്നും വെച്ചിട്ട് കണ്ട സ്ഥലത്തുനിന്ന് പോയിട്ട് റോസ്റ്റഡ് വെളിച്ചെണ്ണ വാങ്ങിച്ച് പണിയൊന്നും വാങ്ങിക്കരുത്. അപ്പൊ നല്ലത് നോക്കി വാങ്ങിക്കുക. അത് എന്ത് സാധനമാണെങ്കിലും ചീത്തയും ഉണ്ടായിരിക്കും നല്ലതും ഉണ്ടായിരിക്കും. അപ്പൊ റോസ്റ്റഡ് വെളിച്ചെണ്ണ നിങ്ങൾ നോക്കി വാങ്ങിച്ചോ, അത് കുറേ നാൾ ഇരിക്കും. കുറേ നാളെന്ന് പറഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും കേട്ടോ. ഒരു 5-6 മാസമൊക്കെ, അതിൽ കൂടുതലൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യില്ലല്ലോ അല്ലെ. അപ്പൊ ഒരു 5-6 മാസമൊക്കെ ഒരു കേടും കൂടാണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ഇരുന്നോളും കേട്ടോ. അപ്പൊ റോസ്റ്റഡ് വെളിച്ചെണ്ണ വാങ്ങിച്ചോ. റോസ്റ്റഡ് വെളിച്ചെണ്ണയുടെ കളർ കുറച്ചും കൂടി സാധാരണ വെളിച്ചെണ്ണയെ കഴിഞ്ഞും ഒരു കളറിന് ചെറിയ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ ഉപ്പേരി കാച്ചി കഴിഞ്ഞു. ഒരു കാര്യമില്ല കേട്ടോ, ഞാൻ കാലത്ത് പരിപ്പ് കൂട്ടാൻ വെച്ചു. അത് കഴിഞ്ഞ് എന്താ പറയാ, വെജിറ്റബിൾസ്, ഒരു മിക്സഡ് വെജിറ്റബിൾസിന്റെ ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇപ്പൊ ഞാൻ നമ്മുടെ മുതിര ചെയ്യണത്. മുതിര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പരിപ്പ് കറിയുടെ കൂടെ എനിക്ക് മുതിര ഉപ്പേരി ഉണ്ടെങ്കിൽ വേറെ എനിക്ക് ഒന്നും വേണ്ട. മീൻ വറക്കാനും ഉണ്ട് കേട്ടോ, അതും കൂടി ഉണ്ടെങ്കിൽ ബേഷായി അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപ്പേരി വെച്ചതാണ് കേട്ടോ, അല്ലാണ്ട് ഉപ്പേരി ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല. എല്ലാം റെഡിയാണ് ഇവിടെ. കാലത്ത് മക്കള് സ്കൂളിൽ പോകുന്ന കാരണം കൊണ്ടുണ്ടല്ലോ എന്റെ കുക്കിംഗ് പാർട്ട് ഒരുവിധം ഒക്കെ തീരും. പിന്നെ വല്ല നോൺ വെജ് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അൽഗുലിത്ത് പണികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വേറെ പണി ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഈ പണി കഴിഞ്ഞു. ഇനി ഞാൻ കഴിക്കുന്ന നേരത്ത് മാത്രമേ മീൻ വറുക്കുന്നുള്ളൂ. ഹായ്, മുതിരപ്പേരി. എനിക്ക് കുറെ കറികളൊന്നും വേണമെന്നില്ല കേട്ടാ. എനിക്ക് ഇതുപോലെ ഉപ്പേരികളും ഒരു മീൻ വറുത്തതും ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം കേട്ടോ. പലർക്കും പല ഇഷ്ടങ്ങളാണല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ചെറുപ്പത്തിലുണ്ടല്ലോ സ്കൂളിൽ പോകുന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേക്കാം, ഒരുപാട് തരം കറികള്, ചാറൊഴിച്ച് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അല്ലെ. മിക്ക വീടുകളിലും അങ്ങനെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഊഹം. ചാറൊക്കെ കൊണ്ടുപോയ ബാഗിനകത്തൊക്കെ പോവും. ഇന്നത്തെ കാലത്തെ പോലെ ലഞ്ച് ബാഗ്, ആ ബാഗ്, ഈ ബാഗ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം ഒറ്റ ബാഗിലാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പം മിക്കപ്പോഴും ഞാൻ ചാറ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇഷ്ടേ അല്ലായിരുന്നു. അങ്ങനെ അമ്മോട് പറഞ്ഞിട്ട് അമ്മ കടലുപ്പേരി, മുതിരപ്പേരി, ക്യാബേജ് തോരൻ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കറികളാണ് മിക്കപ്പോഴും ദിവസം നമ്മുടെ ഊണിന് ഉച്ചയ്ക്ക് ലഞ്ചിന് ഉണ്ടായിരിക്കാം. അപ്പൊ അതിലൊരു മീൻ വറുത്തത് ഉണ്ടായിരിക്കും, ഇതുപോലെ മുതിരപ്പേരിയോ കടലുപ്പേരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, അച്ചാറുണ്ടായിരിക്കും, അല്ലെങ്കിൽ നെല്ലിക്ക ഉപ്പിലിട്ടത് ഉണ്ടായിരിക്കും, പപ്പടം ഉണ്ടായിരിക്കും. ഇങ്ങനെ കൂട്ടി കഴിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് അതിനോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ എനിക്കൊരു കൂട്ടുകാരി ഉണ്ട്, വിനീത എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവള് എന്നും ചമ്മന്തി അരച്ചോണ്ട് വരും. എന്റെ ദൈവമേ, എന്റെ വീട്ടിലുണ്ടാക്കുന്നതിന്റെ, നമ്മൾ എന്നും ഒരേ ടൈപ്പ് ഭക്ഷണം കഴിക്കുമ്പോണ്ടല്ലോ നമുക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നുന്നില്ല. അപ്പം വേറെ വീടുകളിൽ നിന്നുള്ള കറികളും ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് തോന്നും അവരുടെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് കേട്ടോ. അങ്ങനെ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്, അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ചെറുപ്പം തൊട്ട് എന്താ പറയാ, 1ാം ക്ലാസ് ചെറിയ ആ ഒരു ക്ലാസ് തൊട്ട് ഒന്നിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് 10th വരയ്ക്കും. പക്ഷെ ആ ഒരു കോണ്ടാക്ട് ഇല്ലേ, അത് ഞങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് കരുതി എല്ലാ ദിവസം വിളിക്കും, എല്ലാ ദിവസം പറയും എന്നുള്ളതല്ല. എനിക്കറിയാം അവൾക്ക് എന്നോട് നല്ല സ്നേഹമാണെന്ന് എനിക്കറിയാം. എനിക്ക് അവളോടും തിരിച്ചു അതുപോലെ തന്നെയാണ് കേട്ടോ. അതിന് നമ്മളിങ്ങനെ കുറേ വിളിക്കണം പറയണം എന്നൊന്നുമില്ല. എനിക്ക് എന്താ പറയാ, നമ്മളെ മനസ്സിലാക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നാൽ നല്ലതാണെന്ന് പറയില്ലേ, അതിപ്പോ എല്ലാവരും നമുക്ക് അങ്ങനെ കിട്ടില്ല. സാഹചര്യത്തിനനുസരിച്ച് തടി തപ്പുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവരെ ഇട്ടിട്ട് പോകുന്ന ഫ്രണ്ട്സാണ് കൂടുതലും നമുക്ക് ഉണ്ടായിരിക്കുക. നമ്മുടെ നല്ല സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ, നമ്മള് കുറച്ച് നല്ലതായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു മോശം കാര്യം സംഭവിക്കുമ്പോണ്ടല്ലോ, ഇവരാരും വന്നിട്ട് എന്ത് പറ്റി എന്ന് പോലും ചോദിക്കില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, മിക്കവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ എനിക്ക് വിശ്വാസമില്ല. അത് കാരണം കൊണ്ട് എനിക്ക് ഫ്രണ്ട്സ് എന്നുള്ളതേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ചീത്തയും നല്ലതും തിരിച്ചറിയാൻ ഒരുപാട് സമയം എടുക്കും നമ്മൾ അല്ലെ. ഒരു കാലത്ത് നമുക്ക് തോന്നും ഇതൊക്കെ നല്ലതായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇത് അങ്ങനെയല്ല. റിയാലിറ്റിയിലേക്ക് വരുമ്പോ ഒരു പൊട്ട സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരാണോ അവരാണ് റിയൽ ഫ്രണ്ട് കേട്ടോ. അങ്ങനെ എനിക്കൊരു ഒരാളേ ഉള്ളൂ, വിനീത. വിനീത എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്നും വിളിക്കണം പറയണം എന്നുള്ളതൊന്നല്ല. എപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു സംശയം ഇല്ലാണ്ട് പറയാൻ പറ്റും വിനീതയാണ് എന്നുള്ളത് കേട്ടോ. അപ്പൊ അവള് ചമ്മന്തി അരച്ച് കൊണ്ടുവരും കേട്ടോ വീട്ടിൽ നിന്ന്. എൻ്റെ നാവിൽ ഉണ്ടല്ലോ ഇപ്പോഴും അതിന്റെ രുചിയുണ്ട്. അവൾ അരച്ചുകൊണ്ട് വരുന്ന അവൾ അരച്ചുകൊണ്ട് വരുന്നതല്ല, അവളുടെ ആന്റിയോ അമ്മായിയോ അങ്ങനെ ആരോ വീട്ടിലുണ്ടായിരുന്നു. അമ്മായി അന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അമ്മായിയാണ് കുക്കിംഗ് പാട്ടൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പൊ അമ്മായിയും അല്ലെങ്കിൽ അവളുടെ അമ്മയോ അരച്ച് കൊടുത്തു വിടുന്ന ചമ്മന്തിയുടെ രുചി ഇപ്പോഴും എന്റെ നാക്കിലുണ്ട് കേട്ടോ. എനിക്ക് വേറെ കറികളൊന്നും വേണ്ടായിരുന്നു. എന്റെ കറിയൊക്കെ അവൾക്ക് ഞാൻ കൊടുക്കും, എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവൾ ഈ കൊണ്ടുവരുന്ന ചമ്മന്തിയൊക്കെ ഞാൻ വാരി വാരി എടുക്കുമായിരുന്നു. അപ്പൊ എനിക്കിപ്പോ അതാണ് ഓർമ്മ വന്നത്. അത് ഞാൻ പറഞ്ഞു വരാനുള്ള കാരണം, ഒരുപാട് കറികളുടെ ആവശ്യം എനിക്ക് തോന്നാറില്ല. പക്ഷെ ശരത്തേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 കറികളൊക്കെ ഇങ്ങനെ 2-3 കറികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു കണ്ട ഒരു സന്തോഷമുള്ള മനുഷ്യനാണ്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ 2-3 എണ്ണമൊക്കെ വെക്കാറുള്ളത് കേട്ടോ. എന്ന് കരുതി എല്ലാ ദിവസവും ഞാൻ 2-3 തരം ഒന്നും വെക്കില്ല. കറി ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ജന്മണ്ടെങ്കിൽ വേറെ കൂട്ടാൻ വെക്കില്ല, അത് തീരാണ്ട്. അപ്പൊ ചിലപ്പോ ഇന്ന് വെക്കുന്ന കറി നാളത്തേക്ക് ഉണ്ടെങ്കിൽ അത് തീർന്നിട്ടേ അടുത്തത് ഞാൻ വെക്കുള്ളൂ. എല്ലാ ദിവസവും വെച്ചിട്ട് കളയുക, അല്ലെങ്കിൽ എന്തിനാപ്പോ കളയാളത് വെക്കണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കളയുള്ള അത്രയും ഞാൻ വെക്കാറില്ല. ഞാൻ കുറവാണ് വെക്കുന്നത്. എന്നാലും ഒരു തരി കൂടി, ഒരു തരിയെങ്കിലും കൂടാണ്ടിരിക്കില്ല. അപ്പൊ അത് ഞാൻ വേസ്റ്റ് ആക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഞാൻ 2 ദിവസത്തേക്കുള്ള കറി ഒറ്റ ദിവസം വെച്ച് വെക്കും എന്നല്ല ആട്ടോ പറയുന്നത്. ചിലപ്പോ എന്റെ സംസാരം ഉണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും. ഞാൻ ഈ തൃശ്ശൂർ ഭാഗമായ കാരണം കൊണ്ട് കുറെ പേർക്ക് പല കാര്യങ്ങളും പറയുമ്പം മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എനിവേ, ഞാൻ എവിടെയാണോ ജനിച്ചു വളർന്നത് ആ ഭാഷയല്ലേ എനിക്ക് ഉണ്ടായിരിക്കുള്ളൂ. അത് കാരണം കൊണ്ട് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് മുതിര ഉപ്പേരി. അതിങ്ങനെ വടി പോലെ ഇരിക്കാത്ത കുറച്ച് കുഴഞ്ഞ ഒരു മുതിരപ്പേരിയാണ് എനിക്കിഷ്ടം. അതിങ്ങനെ ചോറിൽ പരട്ടി മീൻ വറുത്തതൊക്കെ വെച്ച് കുറച്ച് പപ്പടം പൊടിച്ച് വെച്ച് ഇച്ചിരി അച്ചാറിന്റെ കഷ്ണം വെച്ചിട്ട് വായിലിട്ടും അങ്ങ് വെക്കുമ്പോണ്ടല്ലോ അതുപോലെ വെള്ളം വരും അല്ലെ. അപ്പൊ മുതിരപ്പേരി എനിക്ക് എൻ്റെ എന്താ പറയാ, എൻ്റെ ഒരു പഴയ മെമ്മറി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. കഴിഞ്ഞ ഒരു 2 വീഡിയോ മുന്നേ ആണെന്ന് തോന്നുന്നു. അതായത് തനുക്കുട്ടിയുടെ ബർത്ത്ഡേ വ്ളോഗിന്റെ അന്ന് അശ്വതി എന്ന് പറയുന്ന ഒരു കുട്ടി നമുക്ക് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി ഭയങ്കര വിഷമത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ചേച്ചിന്റെ വീഡിയോസ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി, ഒരുപാട് മോട്ടിവേഷൻ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി മുടങ്ങാണ്ട് വീഡിയോ ഇട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ കമന്റ് അന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് മിസ്സായിപ്പോയി. ഞാൻ ആ കമന്റ് വായിച്ചു, അത് ഞാൻ റിപ്ലൈ ടൈപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്താ ഉണ്ടായെന്ന് അറിയില്ല. പിന്നീട് ഞാൻ ആ കമന്റ് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ നിന്ന് ഡിലീറ്റ് ആയി പോയതാണോ അല്ലേ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. സോ സോറി മോളെ. ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, തിരിച്ച് റിപ്ലൈയും തന്നിട്ടുണ്ടായിരുന്നു. അശ്വതി എന്നാണ് പേര്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അശ്വതി എന്നാണ് പേര് കേട്ടോ. അപ്പോൾ അശ്വതി, തനിക്ക് എന്ത് വിഷമാണെങ്കിലും അത് മനസ്സിലിട്ട് ഇങ്ങനെ പെരുപ്പിക്കാതെ അതിനെ ഒന്ന് വിട്ടുകള. സംഭവിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കറന്റ്ലി ആ കുട്ടി ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും മോളെ മനസ്സിലിട്ട് അത് ഊതി വീർപ്പിക്കാതെ ഇരിക്കുക. തനിക്ക് ആരെങ്കിലും ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയേണ്ടവർ അറിയണം എന്നുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ അറിയിക്കുക തന്നെ വേണം കേട്ടോ. പിന്നെ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കൂടുതൽ ആൾക്കാർ ഇതിനകത്തേക്ക് കൊണ്ടുവരാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് അത് സ്പ്രെഡ് ഔട്ട് ചെയ്ത് അതിനെ ഊതി വീർപ്പിക്കുന്നതിനെ കഴിഞ്ഞും നമ്മളായിട്ട് അത് സോൾവ് ചെയ്യുമ്പോൾ അതിനൊരു എന്താ പറയാ, കുറച്ചും കൂടി നമ്മളെ ബലപ്പെടുത്താൻ, മനസ്സിനെ ബലപ്പെടുത്താനുള്ള ഒരു ധൈര്യം നമുക്കതിൽ നിന്ന്, ആ ഒരു ഊർജം ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ അത് കാരണം കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മനസ്സിലിട്ട് ഊതി വീർപ്പിക്കേണ്ട. പറയാനുള്ള കാര്യങ്ങളാണെങ്കിൽ പറയാം, ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് വിട്ട് കളയണം. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനിയപ്പോൾ അത് ഫേസ് ചെയ്തേ പറ്റൂ എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കും വീഡിയോസ് ചെയ്യാൻ ഒരു പ്രചോദനം. ആരാണ് ഇവിടെ മൂളിക്കളിക്കുന്നത് കണ്ടോ? ഈ ജനാല തുറന്നിട്ടാളെ കുഴപ്പം ഇതാണ് കേട്ടോ. ഈച്ച കയറി പോ പോ പോ. ഇതാണ് ഞാൻ ജനാല തുറന്ന് ഇടാത്തത്. ഇവിടെ നെറ്റുള്ള ഒരു ജനാലയുണ്ട്, അത് മാത്രമേ ഞാൻ തുറന്നിടാറുള്ളൂ. ഇതിപ്പോ ഞാൻ വെളിച്ചം വരാത്ത കാരണം കൊണ്ട് ജസ്റ്റ് തുറന്നിട്ടതാണ്. അപ്പോഴാണ് ഈറ്റസാർ ഇങ്ങോട്ട് കയറിയത്. അപ്പൊ ഞാൻ പറഞ്ഞത് അശ്വതിയോടാണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും
അതിനൊരു സൊല്യൂഷനും ഉണ്ടായിരിക്കും. എന്ത് പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളതാണെങ്കിൽ ചെയ്യുക. എല്ലാം ശരിയാവും. എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. ഒരാൾക്കല്ല, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ളവരാണ് കേട്ടോ. എല്ലാവരും ഹാപ്പി ഒന്നും അല്ല. ഈവൻ ഞാനടക്കം. ഇപ്പം ഞാൻ ഇവിടെ കിടന്ന് നിങ്ങളോട് ചിലക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ ഇരട്ടി പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഞാൻ ഇതെല്ലാം സോൾവ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാറ്റി മാറ്റി വെച്ചിട്ടാണ് ഞാൻ എന്നെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത്. അതുപോലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. പേര് എനിക്ക് വ്യക്തമല്ല, പേര് എനിക്ക് ഓർമ്മയുമില്ല, പേരില്ല എന്ന് തോന്നുന്നു. ഒരു യൂസർ ഐ ഡി ആണ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതമല്ല ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ആ കുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമന്റ്സ് ചെയ്യാറുണ്ട്. ചേച്ചിയാണോ അനീത്തിയാണോ അത് എൻ്റെ സെയിം ഏജ് ആണോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആര് തന്നെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ട് സ്വയം സ്നേഹിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജോലികൾ ചെയ്യാനും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്തു തീർക്കാനും നമുക്ക് പറ്റുള്ളൂ. നമ്മളല്ലാതെയായി ജീവിക്കുമ്പോഴുണ്ടല്ലോ അതൊരിക്കലും ശരിയല്ല. അത് നിങ്ങളുടെ ജീവിതമേ അല്ല എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഭംഗിയായിട്ട് ജീവിക്കണം. നമ്മൾ വളരെ കുറച്ച് കാലം ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ അല്ലെ. ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ബുദ്ധിമുട്ടി എൻ്റെ ജീവിതം ഇതല്ല എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ മരിച്ചതിന് ശേഷമുള്ള കഥ എന്താന്ന് നമുക്ക് അറിയില്ല. നമുക്ക് ഒരുപാട് റിഗ്രറ്റ് തോന്നും, ഒരുപാട് എന്താ പറയാ അങ്ങനെ. അല്ലെങ്കിൽ പ്രായമാവുമ്പോൾ മരിക്കണ്ട, മരിച്ചതിന് ശേഷമുള്ള കഥ നമുക്ക് എന്താന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷെ മരിക്കുന്നതിന് മുന്നേ നമുക്കൊരു ഏജ് ആയിട്ടുള്ള ഒരു വയസ്സായിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാനസികമായിട്ട്. എൻ്റെ ജീവിതം തീരാറായി, ഞാനാണെങ്കിൽ ജീവിച്ചില്ല എന്നുള്ള ഒരു തോന്നൽ തീർച്ചയായിട്ടും നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മളിലേക്ക് വന്നു ചേരും. ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല. നമ്മൾ വല്ലവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയമാണ് അല്ലെ. ആദ്യത്തെ ഒരു 10-15 വയസ്സ് വരെ, ചെറിയ കുട്ടി മുതൽ ഒരു 15 വയസ്സ് വരെ, പിന്നത്തെ ഒരു 65-70 എബവ് കൂട്ടിക്കോ, ആ ഒരു ഏജ് തൊട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ അല്ലെങ്കിൽ 60+ എന്ന് കൂട്ടിക്കോ, അവർക്കും ഡിപ്പെൻഡ് ചെയ്യേണ്ട സമയമാണ്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സമയമാണ്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു സമയമാണ് നമ്മളായിട്ട് ജീവിക്കുന്നത്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് ഒരു 10-20-25 വയസ്സ്, അല്ലെങ്കിൽ ഒരു 10-22 വയസ്സ് കൂട്ടിക്കുക. ആ ഒരു സമയം തൊട്ട് ഒരു 60 വയസ്സ് വരെയാണ് നമ്മൾ ജോലി ചെയ്ത് അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്ത് ജീവിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കും അതിന് ബാക്കിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്, ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ റിഗ്രറ്റ് വരാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കണം, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കുള്ള കമൻസിനുള്ള റിപ്ലൈ നേരിട്ട് തരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി? അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ 10-25 മിനിറ്റിൽ കൂടുതൽ സമയമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഉണ്ടല്ലോ കുറച്ചുകൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്, കുളിച്ചൊക്കെ വന്നിട്ട് കേട്ടോ. പക്ഷേ അതിനുള്ള ഒരു എന്താ പറയുക ഭയങ്കര ലെങ്തി ആയി പോകും നമ്മുടെ വീഡിയോ. ഒരു 10-25 മിനിറ്റിൽ കൂടുതൽ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള വീഡിയോസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. എനിക്ക് തന്നെ ഉണ്ടല്ലോ ഈ 20-25 മിനിറ്റിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ സമയം എടുക്കും. ഇത് ഡിപ്പെൻസ് ആണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് മാത്രമല്ലല്ലോ ജോലി, നമുക്ക് വേറെയും കാര്യങ്ങളുണ്ട്. മക്കള് വരും, അവരുടെ പഠിപ്പ്, ഇതെല്ലാം മാറ്റി അതിനൊക്കെ സമയം കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് എക്സ്ട്രാ സമയം കണ്ടുവച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അത് ഈ വീഡിയോസ് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. ഞാൻ ഇന്ന് വരെ ചെയ്ത ജോലികളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം യൂട്യൂബിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇടുക എന്നുള്ളതാണ്. അത് എൻ്റെ പേഴ്സണൽ സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളെപ്പോലെ കുറേ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, കുറച്ച് നല്ല കമൻസ് ഒക്കെ ഇടുന്ന നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു സന്തോഷം തോന്നും. ചില സമയത്ത് നമ്മളിങ്ങനെ ഡൗൺ ആയിപ്പോവും, ദൈവമേ അത്രയും ഗ്രോത്ത് ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ, നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഫലം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെയുള്ള നമുക്ക് ഈ ഇതിനകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാടുണ്ട് കേട്ടോ. ചില സമയത്ത് നന്നായിട്ട് പോകും, ചില സമയത്ത് നമ്മൾ കുറച്ച് ഡൗൺ ആയി പോവും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു വീണ്ടും ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ മോട്ടിവേഷൻ കിട്ടുന്നത് നിങ്ങൾ കമന്റ് ചെയ്യുന്നില്ലേ, അതേപോലെ
നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോഴാണ് ചേച്ചി വീഡിയോ ചെയ്യൂ, ചേച്ചി അത് നന്നായി ഇത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ അന്നിട്ട കണ്ടന്റിനെ പറ്റിയിട്ട് കുറച്ച് നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷം തോന്നുന്നത് കേട്ടോ. അത് കാരണം കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്തോളൂ. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എനിക്ക് ആകെ കൂടി പറയാനുള്ള കാര്യം അത് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.